സോ ഇന്ന് നമ്മൾ നോക്കുന്ന എക്സ്ക്യൂ ഇൻജക്ഷനെ പറ്റിയിട്ടാണ്. സോ എക്സ്ക്യൂ ഇൻജക്ഷൻ എന്താ വെച്ചാൽ ദിസ് ഇസ് എ ഷോർട്ട് വീഡിയോ ആട്ടോ എന്താണ് ഒരു ലാബ് നമ്മൾ ചെയ്യുന്നത്. സോ എക്സ്ക്യൂ ഇൻജക്ഷൻ എന്താ വെച്ചാൽ ഒരു വൾനറബിലിറ്റി ആണ്. സോ നമുക്ക് അതിന് നോക്കാം. എക്സ്ക്യൂ ഇൻജക്ഷൻ എന്ന് വെച്ചാൽ യൂസർ ഇൻപുട്ട് യൂസർ ഇൻപുട്ട് ഏരിയാസ് ഉണ്ടാവില്ല. ലോഗിൻ പേജ് ആണെങ്കിൽ നമുക്ക് എവിടെയാണ് ലോഗിൻ കൊടുക്കേണ്ട ഏരിയ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവില്ല. സോ അവിടെ അല്ലെങ്കിൽ യൂസേഴ്സ് എവിടേക്കാണ് ഇൻപുട്ട് കൊടുക്കാൻ ചാൻസ് ഉള്ള ആ സ്ഥലത്തൊക്കെ എന്താ ഇംപ്രോപ്പർലി ആ ഒരു ഏരിയ അറ്റാക്കേഴ്സിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മാനിപ്പുലേറ്റ് ഡാറ്റാബേസ് കിട്ടുകയാണെങ്കിൽ ആ ഒരു ഇതിനാണ് പറയുന്നത് എസ്ക്യൂ ഇൻജക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ വൾനറബിലിറ്റി ഒക്കെ എന്താ നമുക്ക് അവർക്ക് എന്താ നമ്മുടെ ഡാറ്റാബേസുമായി കണ്ടുപിടിച്ചിട്ട് അവിടെ നോർമൽ മാനിപ്പുലേറ്റ് ആക്കാൻ പറ്റും. എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റും, ഡിലീറ്റ് ആക്കാൻ പറ്റും, കണ്ടന്റ്സ് ഒക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും. സോ ഈ ഈ ഒരു അറ്റാക്ക് കാരണം നമുക്ക് എന്തൊക്കെയാ റിസൾട്ട് ഉണ്ടാവുക വെച്ചാല് സോ ദറ്റ്സ് അൺഓതറൈസ്ഡ് ആക്സസ് ആണല്ലോ നമ്മുടെ സെൻസിറ്റീവ് ഡാറ്റ കിട്ടും. അപ്പൊ അവർക്ക് എന്താ നമ്മുടെ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പേഴ്സണൽ യൂസർ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. സോ അത് വെച്ചിട്ട് അവർക്ക് ഡാമേജ് റെഗുലേഷൻ ഇപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ അത് റെപ്യൂട്ടേഷൻ വരെ ബാധിക്കും. പിന്നെ ഇത് എങ്ങനെയൊക്കെയാ ഡിറ്റക്ട് ആക്കാൻ നോക്കാം. സോ എക്സ്പീരിയൻസ് വളരെയധികം ഡിറ്റക്ട് ആക്കാം. ഫസ്റ്റ് നമുക്ക് സിംഗിൾ പോയിന്റ് ക്യാരക്ടേഴ്സ് അവിടെ വെച്ച് നോക്കാം. അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ മനസ്സിലാവും. ജസ്റ്റ് ഇത് പറഞ്ഞു പോയി. ദെൻ നമുക്ക് ബൂളിംഗ് കണ്ടീഷൻസ് കൊടുക്കാം. ലൈക് സം പേലോഡ്സ് കൊടുത്ത് ട്രൈ ആക്കാൻ പറ്റും. ആൻഡ് ഇത് പോർട്ട് സ്റ്റിക്കറിന്റെ ഈ ഒരു PDF നോക്കിയാൽ നിങ്ങൾക്ക് കുറെ ഡീറ്റെയിൽസ് കിട്ടും. സോ നമുക്ക് ഇതിന്റെ ലാബ് ചെയ്താക്കാം ഫസ്റ്റ് ആയിട്ട്. സോ ഇതിൽ ഈ ലാബാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്ന വർക്ക് ക്ലോസ് എവിടെയാണ് ദിസ് വൺ എസ്ക്യൂ ഇൻജക്ഷൻ വൾനറബിലിറ്റി ഇൻ വർക്ക് ക്ലോസ് അലോ റിട്രീവൽ ടു ഹിഡൻ ഡാറ്റ. അതായത് ആ ഒരു ഏരിയ പോയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും ഹിഡൻ ഡാറ്റ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ലാബ് എന്താ വെച്ചാൽ ഒരു കാറ്റഗറി എന്ന ഫിൽറ്ററിലാണ് ഈ വൾനറബിലിറ്റി ഉള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഒരു യൂസർ എന്താക്കുക ആ കാറ്റഗറി പോയി നോക്കുമ്പോൾ അതിന്റെ ഈ ക്വറി വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് സെലക്ട് ഫ്രം ഓൾ എവിടെ നിന്നാണ് പ്രൊഡക്ട്സ് എന്നാണ് സെലക്ട് ആക്കാൻ പറയുന്നത്. അതിൽ ഏത് കാറ്റഗറി അതിൽ കാറ്റഗറിയാണ് പോകേണ്ടത്. സോ ഇതിൽ പറയുന്നത് ഗിഫ്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ലൈക്ക് ഈ ലാബ് കൊടുക്കുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും വരാം. ദെൻ റിലീസ്ഡ് ഇത് നമുക്ക് നോക്കാൻ പറ്റില്ല. സോ ഗിഫ്റ്റ് വരെ ഇതാണ് നമ്മൾ ക്വരീസ് നോക്കുന്നത്. സോ ഇത് എങ്ങനെ ചെയ്യേണ്ട വെച്ചാല് നമുക്ക് ബർബ് ഷൂട്ടിൽ പോയിട്ട് മോഡിഫൈ ആക്കാൻ പറ്റും. and അവിടെ കാറ്റഗറിന്റെ പാരാമീറ്ററിൽ പോയിട്ട് എന്താ ഈ ഒരു വൾനറബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ എന്താ നമുക്ക് റിക്വസ്റ്റ് സബ്മിറ്റ് ആക്കുക നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇവിടെ ആക്സസ് ലാബ് കൊടുക്കാം. സോ ആക്സസ് ലാബ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഈ ഷോപ്പാണ് തുറന്നു തരാം. ഇവിടെയാണ് നമ്മൾ ആ ഒരു വൾനറബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആക്കാം. അപ്പൊ മേ ബി ലൈഫ് സ്റ്റൈൽ പെറ്റ്സ് ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് പെറ്റ്സ് എടുക്കാം. ഓക്കെ, ഈ പെറ്റ്സിൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് പറയുന്നത്. നമുക്ക് ബർബ് ഷൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. സോ ബർബ് ഷൂട്ട് ആണ് നമ്മൾ ഈ എസ്ക്യൂ ഇൻജക്ഷൻ ഇങ്ങനത്തെ കുറച്ച് കാര്യത്തിനൊക്കെ നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. സോ ബർബ് ഷൂട്ട് ആണ് ഇത് കണ്ടുപിടിക്കാനുള്ള ടൂള്. നമ്മുടെ ബർബ് ഷൂട്ട് ഓപ്പൺ ആയതുകൊണ്ട് ഇനി നമുക്ക് നമ്മൾ എക്സ്റ്റൻഷൻ ഓപ്പൺ ആക്കാം. പ്രോക്സി ആൻഡ് ഞാൻ ഇത് ചെയ്യുന്നത് മോസ്റ്റ്ലി ഈ ഒരു ബേർഡിന്റെ ബ്രൗസറിലായിരിക്കും. അപ്പം നമുക്ക് ഈ ലാബ് കോപ്പി ആക്കാം. ലൈക്ക് ഇതിലും ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഈ ബേർബിന്റെ പോർട്സിജർ ഇതിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ ബർബ് ഷൂട്ട് പോയിട്ട് ഇത് ഇന്റർസെപ്റ്റ് ഓൺ ആക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതിൽ പെറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു നോക്കാം. ഇപ്പൊ പെറ്റ്സിലെ ലൈക്ക് വ്യൂ ഡീറ്റെയിൽസ് ഏതെങ്കിലും കൊടുക്കാം. എന്നിട്ട് വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിവിടെ ക്ലോസ് ആക്കാം ഇന്റർസെപ്റ്റ്. ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മളെ പെറ്റ്സ് വന്നിട്ടുണ്ട്. പെറ്റ്സിന്റെ എന്താ ഇവിടെ നോക്കിയാൽ പെറ്റ്സ് 200 സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നേരെ റിപ്പീറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് കൊടുക്കേണ്ട അവിടെ ചേഞ്ച് ആക്കേണ്ടത് എന്താ ഈ ഒരു വൾനറബിലിറ്റി കൊടുക്കാനാണ് പറയുന്നത്. അതായത് സിംഗിൾ കോഡ് പ്ലസ് ഓർ പ്ലസ് 1 = 1. ഈ കണ്ടീഷൻ ട്രൂ ആണ് എന്തുകൊണ്ടാ വെച്ചാല് ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത്
ഫോർ എക്സാമ്പിൾ ഇപ്പൊ യൂസറിന്റെ ആണെങ്കിൽ ലോഗിൻ പേജ്, ഇതൊരു ലോഗിൻ പേജാണ്. അപ്പൊ നമുക്ക് നോർമലി കൊടുക്കേണ്ട എന്താ, അതിൽ ആക്സസ് ഉള്ള ആളുടെ യൂസർ നെയിമും ആൻഡ് പാസ്വേഡ് അല്ലേ. അപ്പൊ എന്താ നമുക്ക് നോർമലി എന്താ ഇത് കൊടുത്താലാണ് ഓപ്പൺ ആവുക. സോ പക്ഷെ നമ്മൾ എന്താ ഇവർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ യൂസർ നെയിമിന്റെ അവിടെ നമ്മൾ ഇത് വേണ്ടത് പാസ്വേഡ് യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ആവുക. പക്ഷെ ഈ കണ്ടീഷനിൽ എന്താ പറയുന്നത് വെച്ചാല് ഇത് പെറ്റ്സ് എന്ന കാറ്റഗറി കൊടുക്കുക, എന്നിട്ട് ഓർ കേസ്, അതായത് കണ്ടീഷൻ സെയിം ആവുക ചെയ്യേണ്ടത്. അതായത് 1 = 1 എന്ന കണ്ടീഷൻ സെയിം അല്ല, അതായത് ഓർ ഒന്നെങ്കിൽ ഈ ഒരു സാധനം അല്ലെ ഇവിടെ കിടക്കുന്നത് നമ്മള് വർക്ക് ഷൂട്ടിൽ നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ പെറ്റ്സ് കാറ്റഗറിയിലാണല്ലോ വൾണറബിലിറ്റി ഉള്ളത്, അപ്പൊ അവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താ ഈ ഓർ പറയുന്നത് കണ്ടീഷൻ ഒന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം കറക്റ്റ് ആവുക, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ കറക്റ്റ് ആവണം. ഏതാ 1 = 1 കണ്ടീഷൻ. സോ നമുക്കറിയാം 1 = 1 തന്നെ എന്താ ആ കണ്ടീഷൻ ട്രൂ ആണെന്ന്. സോ ആ ട്രൂ ആയതുകൊണ്ട് അത് വർക്ക് ചെയ്യും. അതാണ് 1 = 1 ഓർ ഈ ഒരു പേലോഡ്. ദെൻ ഈ ലൈൻ 2 ഡബിൾ ലൈൻ അതെന്താ വെച്ചാല് ഇത് ഇതിന്റെ ഒരു യൂസ് എന്താ വെച്ചാൽ നമ്മള് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ശേഷം വരുന്നത് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. എന്നാണ് അതിന്റെ അത് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് വായിച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. അതായത് ഇതാണ് നമ്മളെ ഇപ്പൊ കിടക്കുന്നത് കാറ്റഗറി, ഗിഫ്റ്റിന് പകരം നമ്മളെ പെറ്റ്സ് ഉള്ളത്. അവിടെ ഈ ഒരു വൾണറബിലിറ്റി ആണ് കൊടുക്കുന്നത്, ഓർ സ്റ്റേറ്റ്മെന്റ്. സോ ഈ ഓർ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ എന്താ വെച്ചാൽ 1 = 1 ഓൾവേസ് ട്രൂ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഈ സ്ലാഷ് കൊടുക്കുമ്പോൾ ഇതിനപ്പുറത്ത് നമ്മൾ ഒരു ടെസ്റ്റ് ആക്കുമ്പോൾ എന്താ ഇവിടേക്ക് നമുക്ക് പാസ്വേഡ് വേണം. പക്ഷെ നമ്മൾ ഇത് ഈ സ്ലാഷ് കൊടുക്കുമ്പോൾ എന്താ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉള്ളത് ഒരു കമാൻഡ് പോലെയാണ് വർക്ക് ആവുക. അപ്പൊ എന്താ ഈ രണ്ട് വര സ്ലാഷ് രണ്ട് വര നെഗറ്റീവ് സിമ്പിൾസ് ഉണ്ടാവില്ലേ, ഈ ഒരു വര ഇട്ട് കൊടുത്താല് ഇത് കമാൻഡ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അതിന് ശേഷമുള്ള റെസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ കമാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത് ക്വറി SQL എന്താ അവിടെ സംഭവം ഉള്ളതായിട്ട് കാണത്തില്ല. അപ്പൊ ഈ കണ്ടീഷൻ എന്താണ് നമ്മൾ ഉള്ളത് 1 = 1. അപ്പൊ എന്താ ആ ഒരു കണ്ടീഷൻ സക്സസ് ആയാൽ ജോയിൻ ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ അത് ഓപ്പൺ ആവും. അപ്പൊ അതാണ് നമ്മൾ പേലോഡ്. സോ ഇത് നമ്മൾ കോപ്പി ചെയ്യുക, എന്നിട്ട് രണ്ട് വേസ് ഉണ്ട്. ഒന്ന് നമുക്ക് എന്താക്കാം, ഈ വർക്ക് ഷൂട്ടിന്റെ ഇവിടെ പെറ്റ്സിന്റെ ഈ അടുത്ത് എന്താ ഇത് വേസ്റ്റ് ആക്കാം, എന്നിട്ട് ഇത് സെൻഡ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സക്സസ്ഫുള്ളി നമ്മൾ ലോഗിൻ അയക്കുന്നു. അത് 200 ഓക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാബ് നോക്കാം, സക്സസ് ആയി, യെസ് നമ്മൾ എന്താ പ്രോബ്ലം സോൾവ് ആയിക്കുന്നു പറയും. അല്ലാതെ നമുക്ക് വേറൊരു വഴി കൂടിയും ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വീണ്ടും ഇത് ഈ ഒരു ലാബ് നമ്മൾ ആക്സസ് ആക്കുക. നമുക്ക് ഒരു ലാബ് ആക്സസ് നോക്കാം, നോക്കാം സോൾവ് തന്നെയാണ് കാണിക്കുന്നത്. സോൾവ് ആണ്. ഇത് വേറെ മെത്തേഡ് എന്താ വെച്ചാല് ഇത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കാറ്റഗറി എടുക്കാം. നമ്മൾ ഏതെങ്കിലും കാറ്റഗറിയിലാണ് വൾണറബിലിറ്റി ഉള്ളത് പറയുന്നത്. സോ ഇവിടെ ഈ പെറ്റ്സിന്റെ ഇവിടെ URL നമുക്ക് എന്താക്കാം, ആ ഒരു വൾണറബിലിറ്റി കൊണ്ട് പേസ്റ്റ് ആക്കാം. സിംഗിൾ കോട്ട് നമ്മളെ ORL പേര് അപ്പൊ അപ്പോഴും എന്താക്കാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് പെറ്റ് 0 = 1 എന്ന സാധനം നമുക്ക് സോൾവ് ആക്കാൻ പറ്റും. അതായത് ഒന്നെങ്കിൽ ബർബ് ഷൂട്ടിന്റെ ഇവിടെ പെറ്റ് കാറ്റഗറിനോട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ URL. സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു പേലോഡ് കണ്ടുപിടിക്കാൻ പറ്റും, ഒരു അറ്റാക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി വരുന്ന ടോപ്പിക്സ് എന്താ വെച്ചാല് സോ SQL ഈ വേർഡിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കി. ഇപ്പൊ നമ്മൾ ചെയ്ത വേർഡ് ക്ലോസിൽ എഴുതുന്നത്. ഇനി അടുത്ത വരാൻ പോകുന്നത് ഇതേപോലെ ലൈക്ക് വിന്നർ ആൻഡ് പാസ്വേഡ് പറ്റിയാണ്. സോ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ആക്കാതെ. സോ സി യു, ബൈ.